മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഓണത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം നടത്തുന്നുണ്ട് മോഹിനി. അങ്ങനെ ഓരോ പച്ചക്കറികളും അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ട് പ്രതാപൻ വരുന്നുണ്ട്. എന്നിട്ട് പ്രതാപൻ ചോദിക്കുന്നുണ്ട്, പച്ചക്കറിയൊക്കെ അരിഞ്ഞു വെക്കുകയാണല്ലേ എന്ന് ചോദിക്കുകയാണ്. പക്ഷേ മോഹിനി അതൊന്നും വലിയ മൈൻഡ് ചെയ്യാതിരിക്കുകയാണ്. എന്നിട്ട് പ്രതാപൻ പറയുന്നുണ്ട്, നമുക്ക് കിടക്കണ്ടേ, ഇനി നാളെ ഇതൊക്കെ ചെയ്താൽ പോരെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മോഹിനി പറയും, എന്തിനാണ് എന്നോട് വന്ന് പറയുന്നത്, പോയി കിടന്നൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും പറയും, നമുക്ക് നമ്മൾ ഒത്തിരി നാളായില്ലേ ഒന്നിച്ച് കിടന്നിട്ട്, ഇന്ന് നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് കിടക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മോഹിനി പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ എപ്പോഴും തന്നെയാണ് കിടന്നിട്ടുള്ളത്, ഇപ്പോഴും അങ്ങനെ തന്നെ കിടന്നോളാം എന്ന് പറയുകയാണ്. പക്ഷേ പ്രതാപനെ ഒറ്റയ്ക്ക് കിടക്കാനുള്ള പേടി കൊണ്ടിട്ടാണെന്നുള്ള കാര്യം മോഹിനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ മോഹിനി അതൊന്നും ഭാവിക്കുന്നില്ല. അങ്ങനെ അതേസമയം അങ്ങോട്ട് മുത്തശ്ശി വരുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, നിനക്ക് നാണമില്ല പ്രതാപ, ഇവളെ ഭാര്യയുടെ പിറകെ കെഞ്ചിക്കൊണ്ട് നിൽക്കാൻ, നീ മര്യാദയ്ക്ക് പോയി കിടന്നുറങ്ങുമെന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അവിടെ നിന്ന് പച്ചക്കറി എരിയാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ പെണ്ണുങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് കിടക്കാമെന്ന് മുത്തശ്ശി പറയുമ്പോൾ മോഹിനി പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ ഒറ്റയ്ക്ക് തന്നെ എപ്പോഴും കിടക്കാറുള്ളൂ, അതിപ്പോഴും അങ്ങനെ തന്നെ ഞാൻ കിടന്നോളാമെന്ന് പറയുകയാണ്. അത് കേൾക്കുമ്പോൾ മുത്തശ്ശിക്കും വല്ലാതെ ആകുന്നുണ്ട്. വാ അമ്മേ, നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒന്നിച്ച് കിടക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയെ വിളിച്ചുകൊണ്ട് പ്രതാപൻ പോകുന്നുണ്ട്. അങ്ങനെ പ്രതാപൻ്റെയും മേഘനാഥിൻ്റെയും ഫോണിലോട്ട് മഹാലക്ഷ്മിയുടെ പൂത്തിരി കത്തിക്കുന്നതും ഊഞ്ഞാലാടുന്നതുമുള്ള എല്ലാ വീഡിയോസും അയച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് എവിടെ നിന്നാണ് വന്നതെന്ന് മാത്രം ഇവർക്ക് രണ്ടുപേർക്കും അറിയില്ല. അങ്ങനെ ഇവർ രണ്ടുപേരും അത് കണ്ട് ഞെട്ടിപ്പോകുന്നുണ്ട്. ഈ വീഡിയോസും ദുർഗയെയും കാണിച്ചു കൊടുക്കുന്നുണ്ട് മേഘനാഥൻ. അങ്ങനെ മേഘനാഥനും ആകെ പേടിച്ച് ഭയന്നിരിക്കുകയാണ്. അതുകൊണ്ട് ദുർഗയും പേടിക്കുന്നുണ്ട്. ഇതെങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്, ഫോണിൽ കൂടി ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ വരുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിയ്ക്കുന്ന സമയത്തേക്ക് ഉണ്ണിയും കരുണയും അങ്ങോട്ട് വരുന്നുണ്ട്. അതിൻ്റെ പിറകെ മഞ്ജുവും ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ ഡിലീറ്റായി പോകുന്നുണ്ട്. അപ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട്, ഈ ഫോണിൽ നിന്ന് ഇത് ഡിലീറ്റായി പോയല്ലോ, ഇതെങ്ങനെ സംഭവിക്കുന്നു, ഇതെന്താ സംഭവം എന്നൊന്നും എനിക്കറിയില്ല ദൈവമേ, എനിക്ക് പേടിയാകുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ ഭയപ്പെടുന്നുണ്ട്. അപ്പോഴേക്കും ഉണ്ണി പറയുന്നുണ്ട്, ഇനി അതൊന്നും പറയണ്ട, ഇപ്പോൾ യുഗം മാറിയില്ലേ, അതുകൊണ്ട് AI-യുടെ കാലമല്ലേ, അതുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നതായിരിക്കും. അപ്പോൾ കരുണയും പറയുന്നുണ്ട്, ശരിയാണ്, എല്ലാവരും അർദ്ധരാത്രിയിലെ വെള്ള രൂപങ്ങളെല്ലാം മൊബൈലിലും ക്യാമറയിലൊക്കെ തെളിയുന്നുണ്ടല്ലോ, അതുപോലെ എന്തെങ്കിലും ആയിരിക്കും, അതുകൊണ്ട് നമ്മളിനി പേടിച്ചേ മതിയാവുള്ളൂ, അവിട്ടം ദിവസം കഴിയുന്നത് വരെ നമുക്കിനി പേടിച്ചേ മതിയാവുള്ളൂ, മന്ത്രവാദിയുടെ പൂജ കഴിയാതെ ഇനിയൊന്നും നമുക്ക് സമാധാനമായിട്ടിരിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് കരുണ. അന്നേരം മഞ്ജു പറയുന്നുണ്ട്, ഇനി എന്താണെങ്കിലും കൊന്ന ആളുകൾ മാത്രമേ പേടിക്കേണ്ടതുള്ളൂ, അവരെ ഒന്ന് കഴുത്തിലേക്ക് പിടിക്കാതിരുന്നാൽ കൊള്ളാമായിരുന്നെന്ന് മഞ്ജു പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട് മേഘനാഥനെ. അങ്ങനെ മേഘനാഥൻ ആകെ പേടിച്ച് വിറയ്ക്കുന്നുണ്ട്. അതേസമയം തോമസ് വൈദ്യൻ്റെ വീട്ടിൽ വളരെ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. പൂത്തിരി കത്തിക്കലും പടക്കം പൊട്ടിക്കലുമായിട്ട് ഇവരെല്ലാവരും അവിടെ വളരെ സന്തോഷത്തിലാണ്. കണ്ണനും മഹാലക്ഷ്മിയും മാർക്കോയും എല്ലാം. അങ്ങനെ ഇവരെ സന്തോഷിക്കുന്ന സമയത്ത് മാർക്കോ പറയുന്നുണ്ട്, ഇനി ഒരാളെ കൂടെ നമുക്ക് ഭയപ്പെടുത്താനുണ്ട്. ദൈവത്തിൻ്റെ പേരും മൃഗത്തിൻ്റെ സ്വഭാവമുള്ള ഒരാളുണ്ടല്ലോ, വാമദേവനില്ലേ, അയാളെ നമുക്ക് വെറുതെ വിട്ടാൽ പറ്റില്ല, അയാളെയും കൂടെ നമുക്കിനി ഭയപ്പെടുത്താനുണ്ടെന്ന് പറയുന്നുണ്ട്. തോമസ് വൈദ്യൻ പറയുന്നുണ്ട്, നിങ്ങളീ കാണിച്ചു കൂട്ടിയൊന്നും വലിയ അധികമൊന്നുമില്ല, അതുകൊണ്ട് ഇതൊന്നും ചെയ്യുന്നതുകൊണ്ട് ഒരു കുറ്റവുമില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ തോമസ് വൈദ്യനും പച്ചക്കൊടി കാട്ടിയതിന് ശേഷം മാർക്കോ പറയുന്നുണ്ട്, എന്താണെങ്കിലും നമുക്ക് അതിനുള്ള ഒരുക്കങ്ങൾ നടത്താമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വാമദേവൻ്റെ വീട്ടിലോട്ട് ഇവർ പോകാൻ ഒരുങ്ങുകയാണ്. അവിടെ മഞ്ജുവും മേഘനാഥനും കണ്ണൻ സാറിൻ്റെ വീട്ടിലാണെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും കണ്ണൻ പറയുന്നുണ്ട്, ഇതൊക്കെ നിങ്ങളെങ്ങനെ അറിയുന്നെന്ന് ചോദിക്കുന്നു. അതൊക്കെ അറിയാൻ ഞങ്ങൾക്ക് ആളുണ്ടെന്ന് പറയുകയാണ്. അങ്ങനെ ഇവർ വാമദേവൻ്റെ വീട്ടിലോട്ട് എത്തുന്നുണ്ട്. അങ്ങനെ വാമദേവൻ്റെ അവിടെ മഹാബലിയും പുലികളിയും എല്ലാം എത്തുന്നുണ്ട്. അത് കണ്ട് വാമദേവൻ സന്തോഷത്തോടുകൂടി അവരുടെ കൂടെ തുള്ളിച്ചാടുന്ന സമയത്തേക്ക് മഹാലക്ഷ്മി അവിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അത് കണ്ട് വാമദേവൻ അലറി വിളിക്കുന്നുണ്ട്. അതേസമയം മോഹിനിക്ക് ഓണക്കോടി കൊടുക്കാൻ വേണ്ടി മഹാലക്ഷ്മി രാത്രി തന്നെ അവിടെ വരുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ഓണക്കോടിയെല്ലാം കൊടുത്ത് സന്തോഷിക്കുന്ന നിമിഷത്തിലേക്ക് എന്താടി ഇവിടെ ഇത്ര സൗണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി വരുമ്പോഴേക്കും മഹാലക്ഷ്മിയെ കാണുന്നുണ്ട്. മഹാലക്ഷ്മിയെ കണ്ടത് മുത്തശ്ശിയുടെ ബോധം വീണ്ടും പോവുകയാണ്.